ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ നമുക്ക് എങ്ങനെ പുതിയൊരു ഇൻവെർട്ടർ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യം ഇതിൻ്റെ നീക്കം കാണുന്ന പോലെ തന്നെ നമ്മൾ ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് പിന്നെ അത് മാത്രമല്ല, ഇത് സോളാറിൻ്റെ UPS ആണ് നമ്മളെടുത്ത് UPS വിത്ത് ഇൻവെർട്ടറാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് പല ഇൻവെർട്ടറുകളും പല മോഡലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ നമുക്ക് സോളാർ പാനലും കൂടി കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി സോളാർ ബാറ്ററി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12 വോൾട്ട് 150 AH ആണ് വരുന്നത്. 150 AH 36 മാസം നമുക്ക് വാറണ്ടി കാര്യങ്ങൾ കമ്പനി നമുക്ക് തരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ സോളാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് സോളാർ ബാറ്ററി തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഭാവിയിൽ നമുക്ക് എന്തായാലും സോളാറിൻ്റെ പാനൽ നമ്മൾ വെക്കുകയും, അപ്പോൾ അതുകൊണ്ട് സോളാർ ബാറ്ററിയും സോളാർ ഇൻവെർട്ടറും അല്ലെങ്കിൽ സോളാർ UPS കൂടി സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മൾ ഈ കാണുന്ന രീതിയിൽ തന്നെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഇൻവെർട്ടറിൻ്റെ ആ ഗേജ് കൂടിയ വയർ കാണാൻ സാധിക്കും. ആ ചുവപ്പ് വയർ കൊടുത്തുകൊണ്ട് ആ പ്ലസ് എന്ന് കാണിച്ചിരിക്കുന്ന പ്ലസ് തന്നെ കൊടുത്തു. പിന്നെ മൈനസ് കാണിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ബ്ലാക്ക് വയറും കൂടി കണക്ട് ചെയ്തു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വയർ സെലക്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം മാറിപ്പോകരുത്. പോസിറ്റീവ് എപ്പോഴും ചുവപ്പായിരിക്കും, നെഗറ്റീവ് എപ്പോഴും ബ്ലാക്ക് വയറായിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ കൊടുത്തു. ഇതിന് ശേഷം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ലൂസ് കോൺടാക്റ്റ് വരാത്ത രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിൽ ചാർജിങ് സെക്ഷനാണ് വരുന്നത്. ചാർജിങ് സെക്ഷന് ന്യൂട്രൽ വരുന്നുണ്ട്, ഫേസ് വരുന്നുണ്ട്, എർത്ത് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് DBയിൽ നിന്നാണ് വരുന്നത്. കാരണം ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ചാർജ് ആവാൻ വേണ്ടിയിട്ട് ന്യൂട്രൽ, ഫേസ്, എർത്ത് വരുന്നുണ്ട്. ആ ചാർജ് ആവണതിൻ്റെ കൂട്ടത്തിലൂടെ തന്നെ ബൈപ്പാസ്, അതായത് ഇൻവെർട്ടറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമ്മൾ ആ സമയത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ബൈപ്പാസ് സിസ്റ്റം കൂടി നമ്മൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. സോളാർ പാനലിൻ്റെ പ്ലസ്സും മൈനസും നമ്മൾ കണക്ട് ചെയ്യണം. അതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എത്ര വാട്ട്സ് വരെ മാക്സിമം നമുക്ക് കൊടുക്കാം. 12 വോൾട്ട് തൊട്ട് 45 വോൾട്ട് വരെ മാക്സിമം കൊടുക്കാം. 350 വാട്ട്സ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം പാനലിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സോളാർ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് DC വോൾട്ടേജാണ് വരുന്നത്. അതായത് ബാറ്ററിയുടെ പോലെ തന്നെ DC വോൾട്ടേജാണ് വരുന്നത്. ഈ DC വോൾട്ടേജ് AC ആക്കി കൺവേർട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടർ അല്ലെങ്കിൽ UPS ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ചില മോഡലുകൾ വരുന്നുണ്ട്. നമുക്ക് UPS ആയിട്ടും, അതായത് UPS സിസ്റ്റമായിട്ട് നമുക്ക് ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യാം. അതിൻ്റെ UPS സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഫുൾ കറണ്ട് പോയി ഇൻവെർട്ടർ ആണെങ്കിൽ ആ 2 സെക്കൻഡ് ഡിലേ ഉണ്ടാവും പെട്ടെന്ന് സപ്ലൈ അതിൽ നിന്ന് ഇൻവെർട്ടർ വർക്ക് ചെയ്ത് വരാനായിട്ട്. അപ്പോഴേക്കും സിസ്റ്റം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ഷട്ട് ഡൗൺ ആയി പോകാനുള്ള ചാൻസസ് അപ്പോൾ ഉണ്ട്. ആ സമയം നമ്മൾ UPS മോഡിലേക്ക് ഉള്ള ഈ രീതിയിലാണ് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്. UPS മോഡിലിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് പോകുന്നത് അപ്പോൾ തന്നെ ജസ്റ്റ് മൈക്രോ സെക്കൻഡുകൾ മാത്രത്തിനുള്ളിൽ തന്നെ കറണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം സെൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കറണ്ട് എത്തുന്നതുകൊണ്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കറണ്ട് പോയത് അറിയ പോലുമില്ല. സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഷട്ട് ഡൗൺ ആവുകയില്ല. അപ്പോൾ ഷട്ട് ഡൗൺ അങ്ങനെ പ്രോപ്പർ ഷട്ട് ഡൗൺ അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ, പെട്ടെന്ന് കറണ്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ മെമ്മറി, അതായത് ഹാർഡ് ഡിസ്കും മെമ്മറിയും കാര്യങ്ങളൊക്കെ RAM ഇതിനൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ UPS മോഡിലിട്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.